ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം ഞാനുള്ളത് കാസർഗോഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അപ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ നമ്മൾ റാണിപുരം കാണാൻ വേണ്ടി പോവാം കേട്ടോ. കാസർഗോഡിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണത്. അപ്പോൾ അവിടേക്കാണ് ഇന്ന് പോണത്. ആ കാണുന്നതാണ് കേട്ടോ അശ്വതിയുടെ വീട്. അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും പോവില്ല. താഴെ റോഡിൻ്റെ സൈഡിലാണ് ഇങ്ങനെ വണ്ടിയൊക്കെ വെക്കുക. ഇവിടേക്ക് അധികം വീടുകളൊന്നുമില്ല കേട്ടോ, കുറച്ച് വീടുകൾ തന്നെയേ ഉള്ളൂ. ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സ്കൂട്ടിയിൽ തന്നെ റാണിപുരം വരെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ പ്ലാനൊക്കെ ചെറുതായിട്ട് മാറ്റി നമ്മൾ ചുള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടി വെച്ച് അവിടെ നിന്ന് ബസ് കയറിയിട്ട് പനത്തടി എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോയിലാണ് നമ്മൾ റാണിപുരത്തേക്ക് പോയത്. പനത്തടിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് കേട്ടോ റാണിപുരം വ്യൂ പോയിന്റിലേക്കുള്ളത്. ഡയറക്റ്റ് റാണിപുരം വരെയുള്ള ബസ്സുകളുണ്ട്, പക്ഷെ അതിൻ്റെ ടൈമിംഗ് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയത് കേട്ടോ, ഓട്ടോ എടുത്തിട്ട് പോയത്. അത്യാവശ്യം കയറ്റവും ഇറക്കൊക്കെ ഉള്ള റോഡ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാതെ വന്നത്. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് മാത്രം. അടിപൊളി റൂട്ടാണ് കേട്ടോ അത്. ചെറിയ മഴയും അതുപോലെ കോടയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു രസമാണ് ഈ യാത്രയ്ക്ക്. അശ്വതി ഇതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തവണ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടാണ് വന്നത്, പക്ഷെ അന്ന് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക വൈബാണല്ലോ. പക്ഷെ അവർ വന്ന ടൈമിൽ അന്ന് മഴയൊന്നും ആയിരുന്നില്ല, വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, വേനൽക്കാലമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഏരിയയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്കും ആളുകൾ ധാരാളം വരുന്നുണ്ട്. പിന്നെ നമ്മൾ പോയത് സൺഡേ കൂടെയാണ്, അതുകൊണ്ട് ഉറപ്പായിരുന്നു നല്ല തിരക്കായിരിക്കും എന്നുള്ളത്. പക്ഷേ മേളിൽ ചെന്നപ്പോഴാണ് ഇത്രയ്ക്കധികം തിരക്കുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ട് കാണുന്നുണ്ടായിരുന്നു. പാർക്കിങ്ങിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കഴിഞ്ഞും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കി അവസ്ഥ എന്താണെന്നുള്ളത്. ചെന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. നമ്മൾ ടിക്കറ്റ് കിട്ടുമോ എന്നുള്ള ഉറപ്പ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ടിക്കറ്റും എടുത്തിട്ട് എൻ്റെ ഓർമ്മയിൽ 50 രൂപയായിരുന്നു ഒരാൾക്ക്. എന്നിട്ട് നമ്മൾ താഴെ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. നമ്മൾ രാവിലെ കഴിച്ച ഭക്ഷണം അത്ര അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മാഗിയും അതുപോലെ ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചു. എന്നിട്ട് ട്രക്കിങ്ങിന് കയറി. സത്യം പറഞ്ഞാൽ അധിക ദൂരമൊന്നുമില്ല, അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 5 കിലോമീറ്റർ ആണ് ഉള്ളത്. പക്ഷെ അത് തന്നെ എനിക്കൊരു വലിയ ദൂരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന വഴി ഇതുപോലെ കുറച്ച് കാട്, അത് കഴിഞ്ഞാൽ പുൽമേടുകൾ, പിന്നെയും ഒരുപാട് കയറാനൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്തൊന്നും ഇതുപോലെ ഒരു യാത്രയൊന്നും പോയിട്ടില്ല, അത്ര പ്രിപ്പയർഡും അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പോകുന്ന വഴി എൻജോയ് ചെയ്തിട്ട് അങ്ങനെ നടക്കുകയാണ്. പിന്നെ പതുക്കെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ പോയി. അങ്ങനെ കാടിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ അങ്ങനെ വെളിച്ചം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു എന്നുള്ള ഒരു ഇതായി എൻ്റെ മനസ്സിൽ. എന്നിട്ട് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ടുള്ളൂ, ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ശരിക്കുള്ള പരിപാടി തുടങ്ങാൻ പോകണമെന്നുള്ളത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ബോർഡ് കാണുന്നുണ്ട്, കർണാടക കേരള വനമേഖല അതിർത്തിയാണ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്കങ്ങനെ കോടയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്കിങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റി. നമ്മളൊരു മല കയറി അടുത്ത മലയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ദൂരെ ഇങ്ങനെ കോട കാണാനൊക്കെ പറ്റി. പക്ഷെ മഴയും അതുപോലെ തന്നെ കോടയൊന്നും നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴെ നിന്ന് റെയിൻകോട്ടൊക്കെ മേടിച്ചിട്ടാണ് കയറിയത്. പക്ഷെ മഴ കിട്ടിയില്ല. വെയിലും ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ.
അങ്ങനെ പുൽമേടുകളൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു കാടിൻ്റെ ആംബിയൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുന്ന് കയറുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു കാട്, അപ്പം നമുക്ക് കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാനും പറ്റും. നല്ല തണുപ്പുണ്ടാവും കാടിൻ്റെ ഉള്ളായതുകൊണ്ട് തന്നെ. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ളൊരു യാത്ര. കർണാടക വനമേഖലയുടെ അതിർത്തി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള കുറേ ആളുകളും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും. അങ്ങനെ എല്ലാവരും തന്നെ പതുക്കെ റെസ്റ്റൊക്കെ എടുത്ത് സമയമെടുത്ത് ഇങ്ങനെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മളിങ്ങനെ കുന്നിൻ്റെ ചെരുവുകളിലൂടെയൊക്കെയാണ് കയറുക. അപ്പോൾ സൈഡിലോട്ട് നോക്കുമ്പോഴൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ. എവിടെ നോക്കിയാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ വ്യൂ പോയിന്റുകളാണുള്ളത്. ഇത് അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കയറി വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം കയറി വരുന്ന ആ ഒരു കുന്നാണത്. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ, അത് കഴിഞ്ഞ് 2 മലയും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നല്ല രസം കേട്ടോ. ദൂരെ നിന്ന് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നത് കാണാം. ഒരുപാട് ആൾക്കാർ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ തന്നെ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും ആളുകൾ വരിക, പ്രത്യേകിച്ച് ഇങ്ങനൊരു ട്രക്കിങ്ങിന് വരിക എന്ന് പറയുമ്പോൾ അതൊരു അടിപൊളി സംഭവമായിട്ട് തോന്നി. ഓരോ മല ഇതുപോലെ കയറി വരുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പോയിന്റുകളുണ്ട്. ഷെഡ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരിച്ചിറങ്ങി വരുന്ന കുറച്ച് പേര് പറഞ്ഞത്, ഈ ഒരു മലയും കൂടെ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് മോരും വെള്ളം കിട്ടും, അതുപോലെ തണ്ണിമത്തൻ, വത്തക്ക വെള്ളം അത് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് ഉഷാറായിട്ടോ മല കയറാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തണം എന്നുള്ളതായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഉള്ളതാണോ, ശരിക്കും കൊടുക്കുന്നുണ്ടോ അവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മളും വിചാരിച്ചു ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ, പക്ഷേ അത് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുത്ത മോരും വെള്ളം. നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളമൊക്കെ ഓൾമോസ്റ്റ് അവിടെ എത്തുമ്പോഴേക്കും കഴിയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു മോരും വെള്ളം കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആവേശമാണ് കേട്ടോ. ഒരു ചേട്ടനും ഒരു ചേച്ചി നടത്തുന്നൊരു ചെറിയൊരു ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് മോരും വെള്ളവും തണ്ണിമത്തൻ ജ്യൂസും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് കേട്ടോ അതൊക്കെ, കാരണം അത്രയധികം ആൾക്കാരല്ലേ. അപ്പോൾ അവർ വീണ്ടും അവിടെ നിന്ന് അത് ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ എൻഡിങ് പോയിന്റും വരുന്നത്. ആ പാറയുടെ ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ദൂരെത്തി. അപ്പോൾ ഇനി ഒരു പാറയും കൂടെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. ശരിക്കും കോടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫീലാണെങ്കിൽ കൂടെ ഈ ഒരു വ്യൂ ഒന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. അതൊരു തെളിഞ്ഞ ഒരു അന്തരീക്ഷം ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഈ കയറി വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതങ്ങോട്ട് തീർത്ത് നമ്മൾ പതുക്കെ തിരിച്ചിറങ്ങുമ്പോൾ പിന്നെ ഈ സെയിം റൂട്ടാണ്. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. മാത്രമല്ല ഫോണൊക്കെ ഓൾമോസ്റ്റ് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ചാർജൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ രാവിലെ ആ ഒരു കയറിയതിൻ്റെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വെയിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ ഈ ഒരു റാണിപുരത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.